കള്ളുഷാപ്പിനെ പറ്റിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കള്ളുഷാപ്പുകളുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലത്തായിരിക്കും കള്ളുഷാപ്പ്. ഏറ്റവും കാൽപ്പനികം എന്നൊക്കെ നമ്മൾ പറയുന്നിടത്തായിരിക്കും ഈ ഷാപ്പ് നിലനിൽക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലും അതെ. ഞങ്ങളുടെ നാട്ടിൽ സെൻട്രലിൽ നിന്നൊക്കെ അല്പം വിട്ട് ഒരു പ്ലാത്തോട്ടമുണ്ട്. നിറയെ ചക്കകളുള്ള നിറയെ പ്ലാവൻ തോട്ടമുണ്ട്. അത് കടന്ന് ഒരു കുന്നിൻ്റെ ചെരുവിലായിട്ടാണ് ഈ കള്ളുഷാപ്പ് നിലനിൽക്കുന്നത്. കള്ളുഷാപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു മനോഹരമായിട്ടുള്ള കെട്ടിടമാണ്. അത് ഓല കൊണ്ട് മേഞ്ഞിട്ടുള്ള കെട്ടിടം. നിങ്ങൾക്കറിയാം, ഓല കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ജനൽ, ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ജനലൊക്കെ ഉണ്ടാക്കിയ അഴികളായി. പിന്നെ കുട്ടികളൊരു വീടുണ്ടാക്കില്ലേ, അത്രയും മനോഹരമായിട്ടുള്ള സംഭവമാണ്. പിന്നെ അതിലെ വാതിൽ, ഓല കൊണ്ടുണ്ടാക്കിയ വാതിൽ, അതിനുള്ളിൽ ബെഞ്ചൊക്കെ നമുക്ക് ദൂരെ നോക്കിയാൽ കാണാം. കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് നമുക്ക് ദൂരെ റോട്ടിൽ നോക്കുമ്പോൾ ചെറിയൊരു വ്യൂ ആണ് കിട്ടുള്ളൂ. അതിന് കുട്ടികൾക്കൊന്നും അങ്ങോട്ട് പ്രവേശനമില്ല. അപ്പം ഈ കള്ളുഷാപ്പിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്കറിയില്ല കുട്ടികൾക്ക്. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ മദ്യപിക്കുന്ന ആളുകളില്ല, മദ്യപിച്ച് ശീലമുള്ള ആൾക്കാരില്ല. അല്ലെങ്കിൽ പിന്നെ അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതലും നമുക്കറിയില്ല. പിന്നെ ചില വീട്ടിൽ വരുന്ന പണിക്കാരോ അല്ലെങ്കിൽ ചില ആളുകളൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് കൂടുതൽ ഭവ്യതയിൽ, കൂടുതൽ സന്തോഷത്തിൽ ഒക്കെ നിൽക്കുന്നുണ്ടാവും. ഭയങ്കര രൂക്ഷമായ ഗന്ധം അടിക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ സ്വാഭാവികമായിട്ട് പരമാവധി കള്ളു കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ കള്ള് എന്നുള്ളത് നിങ്ങളുടെ ഒരു പാനീയമാണ്, കുടിക്കാനുള്ളതാണെന്ന് മാത്രം അറിയാം. അത് കൂടുതൽ ഒന്നും അറിവ് നമുക്കില്ല. അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ പരിസരത്തേക്ക് നമുക്ക് പോകാൻ അനുവാദമില്ല. അവിടെ പോകുമ്പോൾ തന്നെ ആളുകൾ അവിടെ നിന്ന് കുട്ടികളെ അവിടെ നിന്ന് ഓടിക്കും. അപ്പോൾ പക്ഷേ ഇത് ഒരു മിസ്റ്ററി ഹൗസ് എന്ന് പറയില്ലേ, അങ്ങനെ നിലനിൽക്കുകയാണ് ഈ കള്ളുഷാപ്പ്. ശരിക്കും പറഞ്ഞാൽ നാട്ടിൻപുറത്തുള്ള ആളുകൾക്ക് നേരം പോക്കിന് വേറെ മാർഗമൊന്നുമില്ല. നാട്ടിലുള്ള ആളുകൾ അധികം കൃഷിപ്പണികൾ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വൈകുന്നേരം വന്നാലും ഒന്ന് റിലാക്സ് ചെയ്യാനോ ഒരുമിച്ചിരുന്ന് വർത്താനം പറയാനോ എന്നുള്ള സൗകര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൻപുറത്തില്ല. പല നഗരങ്ങളും തന്നെ ഇല്ല, നാട്ടിൻപുറത്ത് ഒട്ടുമില്ല. അപ്പോൾ ആളുകൾ കൂടിയിരുന്ന് വർത്താനം പറയണം, വെടിവെട്ടാൻ പറയണം, പാട്ട് പാടാൻ, നാടൻ പാട്ടൊക്കെ പാടാനൊക്കെ ഉള്ളൊരു സ്ഥലമായിട്ടാണ് ഈ കള്ളുഷാപ്പ് എനിക്ക് തോന്നുന്നു ആ കാലത്ത് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആളുകൾക്ക് അവിടെ പോയാലൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്നുള്ളത്. പക്ഷെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മിസ്റ്ററി ഹൗസ് ആണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ കയറി പോയ ആളുകൾ ഒരിക്കലും അതുപോലെ തിരിച്ചിറങ്ങി വരുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ എന്താണ് ഇതിനുള്ളിൽ നടക്കുന്നത് ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, വളരെ ഗൗരവ പ്രകൃതിക്കാരനായിട്ടുള്ള ഒരാള് ഈ കള്ളുഷാപ്പിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. അത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഫുൾ പാട്ടും ഡാൻസും പരിപാടികളായിട്ട് സന്തോഷത്തോടു കൂട്ടാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഒരു രാധാകൃഷ്ണൻ നായരോ ഒരു മാധവൻ നായരോ അങ്ങനെ 2 പേര് വളരെ തോളുകൂടെ കയ്യിലൊക്കെ കൈയിട്ടിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഇതിനകത്തേക്ക് കയറി പോകുന്നു. 1 മണിക്കൂർ കഴിഞ്ഞ് പുറത്തിറങ്ങി പരസ്പരം തല്ലി തല പൊട്ടിച്ചിട്ടൊക്കെയാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇത് എന്താണ് ഇത് സംഭവം നമുക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പടവുകാരുണ്ടായിരുന്നു, കരിയൻ എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര പണിക്കാരനാണ്, തൽപ്പടവാണ് പുള്ളിയുടെ പണി. അപ്പോൾ ഇദ്ദേഹം ഞാൻ പറഞ്ഞു കേട്ട കഥയാണ്. ഒരു രാവിലെ വന്ന് പണി തുടങ്ങുമ്പോൾ ഒരു ഉഷാറില്ല. അപ്പോൾ പുള്ളി നേരെ നമ്മുടെ ഈ മിസ്റ്ററി ഹൗസിലേക്ക് പോകുന്നു. അവിടെ 1 മണിക്കൂർ നേരം സ്പെൻഡ് ചെയ്തിട്ട് പുള്ളി തിരിച്ചു വന്നതിന് ശേഷം ഒറ്റയ്ക്ക് പടുത്ത് പൊന്തിച്ചു എന്നാണ് പറയുന്നത്. ഒരു ഷോപ്പ് നമ്മുടെ അവിടെ വലിയൊരു പീടിക, അതിപ്പോഴും ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ. 4 പണിക്കാർ ഈ പടവുകാരനും കല്ലും മണ്ണും എടുത്തു കൊടുക്കാൻ സഹായിയായിട്ടുള്ള 4 പടവുകാർ സഹായിച്ചു കൊടുത്തിട്ട് പോലും ഇദ്ദേഹത്തിൻ്റെ സ്പീഡിനൊപ്പം എത്താൻ പറ്റിയില്ല. അതായത് ഒരാഴ്ച കൊണ്ടൊക്കെ ചെയ്യേണ്ട പണി ഒറ്റ ദിവസം കൊണ്ട് പണി തീർത്തു. അതാണ് ഈ ഒരു അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു മാന്ത്രികപ്പരുടെ ശക്തി ഭയങ്കരമാണ്. അതുപോലെ ഇപ്പോൾ വയറിങ്ങിന് വരുന്ന ആളുകൾ, മോട്ടോർ റിപ്പയർ ചെയ്യാൻ വരുന്ന ആൾക്കാർ, ഈ മോട്ടോറിൽ എവിടെയാണ് കേട് എന്നറിയാണ്ട് അന്തം വിട്ട് കുറേ നേരം ഇരിക്കും, വെള്ളം എടുക്കാതെയൊക്കെ മോട്ടോർ ഇരിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഈ ഷാപ്പിൽ നിന്ന് കയറി വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താ പറയുക, രോഗിയുടെ ഹൃദയം അല്ലെങ്കിൽ ചങ്കൊക്കെ തുറന്നു വെക്കുന്ന പോലെ, ഓപ്പറേഷൻ തിയേറ്ററിൽ തുറന്നു വെക്കുന്ന പോലെ തുറന്നു വെച്ചിട്ട് എന്തൊക്കെയോ റിപ്പയർ ചെയ്തിട്ട് മോട്ടോർ വർക്ക് ചെയ്യും. അപ്പോൾ പല ബുദ്ധികളും ഇവർക്ക് വരുന്നത് ഈ മിസ്റ്ററി ഹൗസിൽ നിന്ന് ഈ പാനീയം കഴിച്ചിട്ട് വരും. ഇതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതങ്ങളാണ്. ആൾക്കാർ പൊതുവേ നാട്ടുപുറത്തുള്ള ആൾക്കാർ വളരെ സ്വാത്വികന്മാർ, നല്ല സ്വഭാവമുള്ള ആൾക്കാർ, പാവങ്ങൾ, ശാന്ത സ്വഭാവം, ബാക്കിയുള്ളവർ സഹായിക്കുന്നവരാണ് എന്നറിയാം. പക്ഷേ ഈ പുരയിൽ കയറി തിരിച്ചിറങ്ങി വരുന്ന ആളുകൾ കൂടുതൽ ഉപകാരികളായി മാറും. അതാണ് അതിൻ്റെ രസം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞങ്ങളുടെ നാട്ടിൽ കോർമുട്ടി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം വെള്ളം തേവുമായിരുന്നു, മോട്ടർ അടിച്ചിട്ട് തോട്ടം നനയ്ക്കുക. അപ്പോൾ അറിയാലോ, ആ ഒരു കാലത്താണ് കറണ്ടൊക്കെ വന്നത്, മോട്ടറൊക്കെ വന്നത്. അതിനു മുമ്പേ കാളത്തേക്കും അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട്.
അപ്പോൾ ഈ മോട്ടറിൽ വെള്ളം ഒഴിക്കുന്ന പരിപാടി എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കണം. പണ്ട് കാലത്ത് ഇതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. മോട്ടർ അടിക്കണം എന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ നേരം ചാണകമൊക്കെ കലക്കി അതിലൊഴിച്ച് വെള്ളം ഒഴിച്ച് ഓരോ തവണ വെള്ളം നമ്മൾ ഈ കിണറ്റിൽ നിന്ന് മുക്കി ഇതിലൊഴിച്ച് ഇതിൻ്റെ എയറൊക്കെ കളഞ്ഞ് റെഡിയാക്കിയതിന് ശേഷമാണ് മോട്ടർ അടിച്ചാലാണ് വെള്ളം വരുന്നത്. അതിൻ്റെ ഇടയിൽ കറണ്ട് പോകും. കറണ്ട് പോകുമ്പോൾ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ ബിസിനസ് ഈ പരിപാടികൾ മുഴുവൻ ഉണ്ടാകും ചെയ്യണം. ഈ വെള്ളത്തിന്റെ ലെവൽ ചിലപ്പോൾ താഴും മോട്ടോർ അപ്പോൾ ഈ ഫൂട്ട് വാൽവ് പൊന്തും. അപ്പോൾ ഈ ഫൂട്ട് വാൽവ് പിന്നെ താഴ്ത്തി കെട്ടണം. അപ്പോൾ വെള്ളം പൊന്നുന്നുണ്ടോ നോക്കണം. കാരണം ഇടയിൽ വെള്ളം താഴ്ന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പണി ആദ്യം എടുക്കണം. ഇങ്ങനെ വളരെ ശ്രമകരമായിട്ടുള്ള പരിപാടിയാണ് ഇത്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് വെള്ളമരവ് നിന്നു. ഈ ചാല് കൂടെ വെള്ളം ഒഴുകി വരുന്നത് നിന്നു. അപ്പോൾ ഇതെന്ത് പറ്റിയെന്ന് വിചാരിച്ച് കറണ്ട് പോയതാണോ നോക്കുമ്പോൾ മോട്ടോർ ഇപ്പോൾ ഓടുന്നുണ്ട്, കറണ്ട് ഉണ്ട്, കറണ്ടിന് കേടൊന്നും വന്നില്ല. അപ്പോൾ ഉടനെ പുള്ളി വെള്ളം കുറഞ്ഞൊന്ന് കിണറ്റിൽ നോക്കുമ്പോൾ കിണറ്റിലും വെള്ളം അതുപോലെ നിൽക്കുന്നുണ്ട്. പിന്നെ എന്ത് പറ്റിയെന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഫൂട്ട് വാൽവ് എല്ലാം മേലെ കയറ്റി വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ താഴ്ന്ന് കിടക്കേണ്ട ഫൂട്ട് വാൽവ് എടുത്ത് മേലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് ആരെന്ത് ചെയ്ത്? അപ്പോൾ പുള്ളിക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം ഒന്ന് നോക്കുന്ന സമയത്താണ് ചെല്ലി എന്ന് പറഞ്ഞ ആളിങ്ങനെ പോകുന്നത്. അപ്പോൾ പുള്ളി ഇതാരുടെ അത് ചെയ്ത് എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, അത് ഞാൻ ചെയ്തതാണ്. ഈ ചെല്ലി ഷാപ്പിൽ നിന്ന് കുടിച്ചിട്ട് വരുന്ന വരവാണ്. അപ്പോൾ പുള്ളിക്ക് ഇത് കണ്ടപ്പോൾ പുള്ളി പറയുന്നത്, ഇത് വില കൂടിയ സാധനം വെള്ളത്തിൽ കിടന്ന് ചീഞ്ഞു പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒരു സഹായത്തിന് വേണ്ടി മേൽക്കര കയറ്റി വെച്ചതാണ്. അപ്പോൾ ഇയാൾ എന്ത് പണിയെടുത്താൻ കാണിച്ചു നോക്കുമ്പോൾ ഇതാണ് ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് സഹായം ചെയ്യാൻ പറ്റില്ല, സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ ചീത്തക്കേണ്ട അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചെല്ലി അങ്ങ് നടന്നുപോയി. ഇതുപോലെ വേറൊരാള് ഞങ്ങളുടെ നാട്ടിലുള്ളത് കണക്കറായി എന്ന് പറഞ്ഞിട്ടൊരാളാണ്. അദ്ദേഹം കഠിനാധ്വാനിയാണ്. അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 4 ആള് ചെയ്യുന്ന പണി കണക്കറായി ഒറ്റയ്ക്ക് ചെയ്യും. പക്ഷെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കൂലി വാങ്ങിച്ചിട്ട് നേരെ ഈ കള്ള് ഷാപ്പിലേക്ക് പോകും. വളരെ സാധാരണ പാവം മനുഷ്യനാണ്. വളരെ സാത്വികനായി വളരെ വിനയത്തോടു കൂടി നടക്കുന്ന ഒരാൾ. പക്ഷെ ഈ കള്ള് ഷാപ്പിൽ കയറി തിരിച്ചിറങ്ങി വരുന്ന കണക്കറായി എന്ന് പറഞ്ഞാൽ തെറിപ്പാട്ടോട് കൂടിയിട്ടാണ് ഇറങ്ങി വരുന്നത്. പിന്നെ പുള്ളി തിരിച്ച് വീടെത്തുന്നവരെ അസഭ്യവർഷമാണ്. അങ്ങനെ തെറി പറഞ്ഞു വരും. ഇദ്ദേഹത്തിന്റെ ഈ തെറി കൂടുതലാവുമ്പോൾ ഒരാള്, നമ്മുടെ നാട്ടിലുള്ള ഒരാള് അദ്ദേഹത്തെ വിളിച്ച് ഉപദേശിക്കാൻ ശ്രമിച്ചു. കാരണം എല്ലാ വീട്ടിലും സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ടാകും. വൈകുന്നേരം സമയത്ത് നാട്ടും പുറത്തൊക്കെ നാമം ചെല്ലലും പ്രാർത്ഥനയും ഇപ്പോൾ നിസ്കാരമൊക്കെ ഉള്ള സമയത്ത് ഈ തെറി വിളിച്ചിങ്ങനെ പോകുന്നത് നല്ലതാണോ? റോട്ടിൽ കൂടെ എത്ര അസഭ്യവർഷം ഉറക്കെ വിളിച്ച് പറഞ്ഞു പോകുന്നത് നല്ലതല്ല, അതുകൊണ്ട് നിങ്ങൾ നിർത്തണം എന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുടിക്കാത്തൊരു സമയമായതുകൊണ്ട് കണക്കറായി, അയ്യോ തെറ്റ് പറ്റിയതാണ്, ക്ഷമിക്കണം, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, അത് അറിയാതെ പറ്റിയതാണ്, അത് കുടിച്ച സമയത്ത് എന്തോ പറ്റി, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സമാധാനം ഇദ്ദേഹത്തിന് നേരെയൊക്കെ ഉപദേശിച്ച് നേരെയൊക്കെയുള്ള സന്തോഷത്തോട് കൂടിയിട്ട് ഇദ്ദേഹം വീട്ടിലേക്ക് പോയി. പുള്ളി അവിടെ പോയിട്ട് പതിവിലും കൂടുതൽ കുടിച്ചിട്ടാണോ വന്നതെന്ന് അറിയില്ല. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അതിഗംഭീരമായിട്ടുള്ള തെറികളോട് കൂടിയിട്ടാണ് ഇത്തവണ ഇറങ്ങി വന്നത്. ഈ ഉപദേശാലിന്റെ പടിക്കൽ ചെന്ന് നിന്നിട്ട് സഭ്യവർഷം, ആ പുരക്ക് തീ പിടിക്കും, ആ ലെവലിലുള്ള തെറി പറഞ്ഞിട്ട് പുള്ളി പോയി. ഞാനിപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ ആളുകളോടുള്ള പരാതി, അതുകൂടെ സംസാരിക്കാനുള്ള പ്രയാസങ്ങൾ, അല്ലെങ്കിൽ പണിയെടുത്ത വീട്ടിൽ നിന്ന് സ്വാഭാവികമായിട്ടും നല്ല അനുഭവങ്ങളായിരിക്കില്ലല്ലോ ആ കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു കാലം, ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന രീതി കൂടിയായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ടാണ് സാത്വികരായിട്ടുള്ള മനുഷ്യൻ കള്ള് ഷാപ്പിൽ പോകുന്നു, കള്ളു കുടിച്ച് പുറത്തിറങ്ങി വരുമ്പോൾ നമ്മുടെ നാട്ടിൽ കൊടുങ്ങല്ലൂർ ഭരണിക്ക് പാടുന്ന പാട്ടെന്നൊക്കെ പറയും, തെറിപ്പാട്ട്. അങ്ങനത്തെ തെറിപ്പാട്ടൊക്കെ പാടിയിട്ട് ആളുകൾ ഇറങ്ങി വരുന്നത് ഒരു പക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കും. ഞാനിപ്പോൾ ആലോചിക്കുന്നത്, ഞങ്ങളുടെ നാട്ടിൽ കറപ്പൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു. അദ്ദേഹം മരം വെട്ടുകാരനാണ്. എത്ര വലിയ മരവും അദ്ദേഹം വെട്ടി വീഴ്ത്തും, അനായാസം വെട്ടി വീഴ്ത്തും. കറപ്പൻ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ മരങ്ങളും പേടിക്കും. എത്ര വലിയ നെട്ടന് നിൽക്കുന്ന മരങ്ങളും ആകാശം മുട്ടി നിൽക്കുന്ന മരങ്ങളും കറപ്പം വന്നു കഴിഞ്ഞാൽ വെട്ടി വീഴ്ത്തും. വീണ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് ഈർന്ന് പലകകളാക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്കോ കൊണ്ടുപോകണമെങ്കിൽ ഈ മരം ഒന്നാകെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഒരു ദിവസം മുറിച്ചിടും, 2 ദിവസം കഴിഞ്ഞാൽ പുള്ളി വന്ന് ഈ മരങ്ങളൊക്കെ ഇടമുറിച്ചിടുന്ന പറയും. ഒരു മീറ്റർ കണക്കാക്കിയിട്ട് പുള്ളി കഷ്ണം മുറിക്കും, പിന്നെ ഒരു മീറ്റർ കണക്കാക്കിയിട്ട് കഷ്ണം മുറിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ അതുപോലുള്ള ആളുകൾ മുഴുവൻ ആ കാലത്ത് ഈ കള്ള് ഷാപ്പിൽ പോകുന്നത് ഇത്തരത്തിലുള്ള ഇടമുറിയലിന് വേണ്ടിയിട്ടാണ്. കാരണം അതുവരെയുള്ള നമ്മുടെ ഒരു ജീവിതം, അതുവരെയുള്ള നമ്മുടെ ഒരു മാനസികാവസ്ഥ, ടെൻഷനോ പിരിമുറുക്കമോ സങ്കടമോ സന്തോഷമോ എന്തായാലും അവിടെ പോയാൽ അവിടെ ഒരു മുറിവാണ്. ഇത് തിരിച്ചു വരുമ്പോൾ പുതിയൊരാളായിട്ട് ഇറങ്ങി വരുന്നു എന്നുള്ളത്. അതാണ് ഈ ഒരു
ഒരു ഇടമുറിയൽ സിദ്ധാന്തം. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നും ഈ കള്ള് ഷാപ്പ് എന്നുള്ളത് ശരിക്കും ഇടമുറിയൽ പ്രക്രിയയ്ക്ക് പറ്റിയൊരു സ്ഥലമാണ്. മനുഷ്യന്മാരുടെ അതുവരെയുള്ള മാനസികാവസ്ഥ മാറ്റിമറിക്കാൻ പറ്റുന്ന എന്തോ ഒന്ന് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പിന്നീടൊക്കെ മനസ്സിലായി. പിന്നെ വളരെ കാലത്തിന് ശേഷം, കല്യാണം കഴിഞ്ഞ് കുടുംബമൊക്കെ അതിന് ശേഷം ഞങ്ങൾ ഒരു തവണ ആലപ്പുഴ പോയി. അപ്പോൾ ആലപ്പുഴ പോകുമ്പോൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്തും ഉണ്ടായിരുന്നു. അദ്ദേഹം കുടുംബമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ആലപ്പുഴ ഹൗസ് ബോട്ടിൽ കൂടെ നമ്മളിങ്ങനെ പോവാണ്, കായലിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ എവിടെ നോക്കിയാലും കള്ള് 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 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിതൊരു ആവേശമായി. കാരണം ആ സമയത്ത് നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ ജോലി ചെയ്യുന്ന സമയങ്ങളൊക്കെ കാണുന്ന സിനിമകളിലൊക്കെ മുന്തിരിക്കള്ള്, അന്തിക്കള്ള്, പുലരിക്കള്ള് എന്നൊക്കെയുണ്ട്. മോഹൻലാലിന്റെ സിനിമയിൽ എൻ്റെ മുന്തിരിക്കള്ള് നിനക്ക് വേണ്ടാലടി എന്നൊക്കെ ചോദിച്ചിട്ട് നായികയുടെ അടുത്ത് പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മുന്തിരിക്കള്ള് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു മുന്തിരി ജ്യൂസ് കുടിക്കുന്ന പോലെ, എന്തൊരു പഴച്ചാറ് കുടിക്കുന്ന പോലെ നമുക്കൊരു ആവേശം തോന്നുമല്ലോ. അങ്ങനെയാണ്. അപ്പോൾ പക്ഷെ കള്ള് എന്നുള്ള വാക്ക് പറയാൻ പറ്റൂല. കാരണം അത് കള്ള് കുടിച്ചാൽ പ്രശ്നമാണല്ലോ. അപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെയും ഇപ്പോൾ നമ്മുടെ ഈ എൻ്റെ വൈഫായാലും ശരി, പുള്ളിയുടെ വൈഫായാലും ശരി, ഇതൊന്നും കേട്ട് പരിചയമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഹൗസ് ബോട്ടിലുള്ള ആളെ എൻ്റെ ചങ്ക് നമ്മുടെ സുഹൃത്ത് പറഞ്ഞ് ഏർപ്പാടാക്കി. നിങ്ങളിവിടെ വന്നിട്ട് ഇതൊരു പുതിയ സംഭവമാണ്, നിങ്ങളെല്ലാം പരീക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് ഞങ്ങളെ നിർബന്ധിക്കണം നിങ്ങളെന്ന് പറഞ്ഞ് ഏർപ്പാടാക്കി. അപ്പോൾ ഇവർ വന്നിട്ട് കുറച്ച് ഓവറായിട്ട് പറയാൻ തുടങ്ങി. ഈ കള്ളിൻ്റെ പകരം കള്ളെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് നീരെടുക്കുന്നുണ്ട്, ആ നീര് നിങ്ങൾ കഴിക്കണം. ആലപ്പുഴയിൽ വന്നാൽ ഈ തെങ്ങിൻ്റെ നീര് കഴിക്കാത്തവരാരും ഇല്ല, അത് സ്പെഷ്യലാണ്, ഗംഭീരമാണ്, നിങ്ങൾ ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവർ നിർബന്ധിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ സുഹൃത്ത് തെങ്ങിൻ്റെ നീരോ അങ്ങനെയാണെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണമല്ലോ, നമുക്ക് ഒന്ന് ട്രൈ ചെയ്തേ പറ്റുള്ളൂ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇത് കുറച്ച് കൊണ്ടുവരും എന്ന് പറഞ്ഞു. ഞങ്ങൾ 4 പേരുണ്ട്, 4 പേർക്കും കഴിക്കാം. ഞാനും പുള്ളിയുണ്ട്, എൻ്റെ വൈഫ്, പുള്ളിയുടെ വൈഫ്, അപ്പോൾ നമ്മൾ 4 പേരും കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെയും ഒരു മോഹമാണ് ഇത് കഴിച്ചു നോക്കണം. അങ്ങനെ ഈ സംഭവം കൊണ്ടുവന്നു കുപ്പിയിലൊക്കെ കൊണ്ടുവന്ന്, ആ വെള്ള കുപ്പിയിൽ ഇത് കൊണ്ടുവന്ന് കുടിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഈ പറയുന്നത്ര പഴച്ചാറ് പോലെയൊന്നല്ല, കുടിക്കാനത്ര രസമൊന്നും ഇല്ലാത്തൊരു സംഭവം. ഇവനാണെങ്കിൽ അത്യാവശ്യം കഴിച്ച് പരിചയമുള്ള ആളാണ്. അപ്പോൾ പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ പുള്ളിയുടെ വൈഫും ഗ്ലാസ് പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക, ഒരു സാധാരണ ഒരു വളരെ നിഷ്കളങ്കമായിട്ടുള്ള സ്ത്രീ. അപ്പോൾ ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കായലിൽ നോക്കിയിട്ട് അതവിടെ മീൻ ചാടുന്നുണ്ട്, ഇവിടെ എന്താ ഞണ്ട് വരുന്നുണ്ട്, അതാ ആമ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് കാണിക്കുക. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കുന്ന നേരത്തെ പുള്ളി ഗ്ലാസ്സിലെ ഒറ്റ വലിക്ക് കുടിച്ചിട്ട് പെട്ടെന്ന് റീഫിൽ ചെയ്ത് വെക്കും അങ്ങനെ. അപ്പോൾ അവസാനം പുള്ളി വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇത് എന്താ കഴിക്കാതിരിക്കണേ, നീ കഴിക്കുക, നല്ല സാധനമാണ്. അപ്പോൾ ഇവരിത് എടുത്തിട്ട് ഇങ്ങനെ വായിലേക്ക് വരയ്ക്കുമ്പോൾ ഇതിനൊരു മണം വരും. ഈ സ്മെല്ലടിക്കുമ്പോൾ പറയാണ്, ഇതേ മണം ഏട്ടൻ കോഴിക്കോട് മീറ്റിങ്ങിന് പോയി വരുമ്പോൾ ഇതേ മണാണ്. അപ്പോൾ ഇതേ മണാണ് ഇത്. അപ്പോൾ കോഴിക്കോട് പോകുമ്പോൾ കള്ളു കുടിച്ചിട്ടാണ് വരുന്നത് മനസ്സിലായി. അങ്ങനെ പിടിക്കപ്പെട്ടപ്പോൾ പിന്നെ നമുക്കിത് ലൈസൻസായി. അപ്പോൾ പിന്നെ നമ്മൾ ഹൗസ് ബോട്ട് ഇറങ്ങി കഴിഞ്ഞ് ആലപ്പുഴയിൽ നമുക്കൊരു കള്ള് ഷാപ്പിൽ പോകണം. കള്ള് ഷാപ്പിലെ ഭക്ഷണം ഭയങ്കര ഫേമസ് ആണ്. നമ്മൾ ഷാപ്പിലെ കറി ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ അത് നമുക്ക് എന്തായാലും രുചിക്കണം, ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കള്ള് ഷാപ്പിൽ കയറുകയാണ് ആലപ്പുഴയിൽ. അത് ഒരു കായലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ഷാപ്പ്. കായലിൻ്റെ മുകളിൽ ഈ കവുങ്ങിൻ്റെ ഇത് വെച്ച് കവുങ്ങ് വെച്ച് കട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കള്ള് ഷാപ്പ്, ഓലമേഞ്ഞ്. അപ്പോൾ താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തറയ്ക്ക് പകരം ഇങ്ങനെ നിരനിരയായി നിരത്തി വെച്ചിട്ടുള്ള കവുങ്ങിൻ്റെ അടി കാണാൻ പറ്റും. അതിമനോഹരമായിട്ടുള്ള ഒരു സെറ്റപ്പ്. നല്ല വെയിലുള്ള ഒരു ദിവസം ഞങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ ഓല മേഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ അങ്ങനെ കുറച്ച് ആൾക്കാർ ഇരുന്ന് കള്ള് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓലയുടെ ഇടയിൽ കൂടെ സൂര്യപ്രകാശം ഇങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ നമുക്കറിയാലോ, ഒരു കുറേ കാലം പഴക്കമുള്ള ഓലപ്പരയ്ക്ക് തുള വീണ് അത് കൂടെ ഇങ്ങനെ സൂര്യപ്രകാശം ഇറങ്ങി വരികയാണ്. അപ്പോൾ പലതരത്തിലുള്ള സൂര്യപ്രകാശ രശ്മികൾ ഇങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്നു. അതിൻ്റെ ഉള്ളിൽ ആളുകൾ ഇരുന്ന് കൊമ്പം വീശക്കാരും അല്ലാത്തവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കള്ളു കുടിക്കുന്നു ബെഞ്ചിൻ്റെ മുകളിൽ നിന്നിട്ട്. അതൊരു ശരിക്കും പറഞ്ഞൊരു ഭയങ്കര മനോഹരമായിട്ടുള്ള ഫോട്ടോ ഫ്രെയിം പോലെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ നമ്മൾ ഉള്ളിൽ ചെല്ലുന്ന സമയത്ത് നേരെ മുന്നിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്ലേറ്റിൽ മീൻ കറി വെച്ചിട്ടുണ്ട്, ഒരു കുപ്പിയും വെച്ചിട്ടുണ്ട്, ഒരു ഗ്ലാസ്സും ഉണ്ട്. നല്ല മുളകിട്ട മത്തിക്കറി, നല്ല ചോപ്പ് കളറുള്ള ഗ്രേവിയിൽ ഇങ്ങനെ മീൻ കിടക്കുന്നു. ഈ മീനാണെങ്കിൽ വെന്തിട്ട് പകുതി മാംസം വെള്ളത്തിൽ അലിഞ്ഞ് പകുതി മുള്ളും പകുതി ഇതായിട്ട് ഇങ്ങനെ ഒരു പാദസരം ഇങ്ങനെ നിരത്തി ഇട്ടാൽ എങ്ങനെയുണ്ട് പാദസരങ്ങൾ, അതുപോലെ ഈ മത്തി കഷ്ണങ്ങൾ ഇങ്ങനെ നീളുന്ന മത്തി കഷ്ണങ്ങൾ ഈ കറിയിൽ കിടക്കുന്നു.
അതിൽ ഈ സൂര്യരശ്മി വന്നിങ്ങനെ ഈ കറിയിൽ പതിക്കുമ്പോൾ ധാരാളം വെളിച്ചെണ്ണ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള കറി ആയിരിക്കണം. അതുകൊണ്ട് എണ്ണ മേലെ നിൽക്കുമ്പോൾ ഈ എണ്ണയിൽ മുഴുവൻ മഴവില്ലുകളാണ്. നമ്മൾ ചെന്ന് കാണുന്നത് ഇങ്ങനെ ഈ സൂര്യപ്രകാശം ഈ മേശപ്പുറത്ത് പ്ലേറ്റുകളിൽ മുഴുവൻ മഴവില്ലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇത് എന്ത് ഓർഡർ ചെയ്യണം എന്നൊക്കെ അറിയാണ്ട് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പുള്ളി ഇതൊന്നൊരു കഷ്ണം എടുക്കുകയാണ്, ഈ മാംസം. അപ്പോൾ ഇത് എടുക്കുമ്പോൾ ചോര ഇറ്റുന്ന പോലെ ഈ കറി ഇറ്റി താഴെ വീഴുന്നുണ്ട്. അത്രയും എരിവ് ചേർത്തിട്ടുള്ളതാണ്. അല്ല ഷാപ്പിലെ ഭക്ഷണത്തിനൊക്കെ നല്ല എരിവായിരിക്കും. ഞങ്ങളൊരു പപ്പടം വാങ്ങിച്ച് കഴിച്ചപ്പോൾ പപ്പടം തിന്നപ്പോൾ പോലും ഭയങ്കര എരിവ്. അപ്പോൾ നോക്കുമ്പോൾ പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട്, അതിൻ്റെ മറുപുറത്ത് മുഴുവൻ മുളക് പൊടി ഇട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഷാപ്പിലെ സിസ്റ്റം. അപ്പോൾ ഇയാൾ ഇതൊരു പീസ് എടുത്ത് അങ്ങനെ വായിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞ് വലിക്കുന്നു. അപ്പോൾ ഈ മുളക് കലർന്ന ഈ കറി അല്ലെങ്കിൽ ഈ ചാറ് ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ അതങ്ങോട്ട് പുള്ളിയുടെ മൂർധാവിലേക്ക് അങ്ങ് കയറിയ മാതിരിയാണ്. കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ കുടുങ്കാ വെള്ളം ഒഴുകുക. പുള്ളി കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുന്നു, പുള്ളി വെയിലത്ത് വേർത്ത് നിൽക്കുന്നു. ആ സമയത്ത് പുള്ളി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഈ എരിവ് മാറ്റാൻ വേണ്ടിയിട്ട് ഈ കള്ള് എടുത്ത് കുടിക്കും. സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു സീൻ ആണ് അന്ന് ഞാൻ അവിടെ വെച്ച് കണ്ടത്. ഇന്നും എനിക്കത് ഓർമ്മയുണ്ട്, കുറേ വർഷങ്ങൾ മുമ്പാണ്. അപ്പോൾ ഞങ്ങളും ഒരു കുപ്പി കള്ള് ഓർഡർ ചെയ്തിട്ട് ബാക്കി ഭക്ഷണങ്ങൾ മീൻകറിയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കുക. ആ സമയത്ത് ആലപ്പുഴയിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ആലപ്പുഴയിൽ നിർബന്ധമായിട്ട് മിസ്സാക്കാതിരിക്കേണ്ട ഒരു സംഗതിയാണ് ഈ വയലാർ ഗായക സംഘത്തിൻ്റെ പാട്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി അത് അറിയാമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. എൻ്റെ ഫ്രണ്ട് അവിടെ സ്ഥിരം പോകുന്ന ആളായതുകൊണ്ട് വയലാർ ഗായക സംഘത്തിൻ്റെ ആളുകളെ വിളിച്ചു. അപ്പോൾ അവർ വന്നിട്ട് ഈ കള്ള് ഷാപ്പിൽ വന്നിരുന്നു. അപ്പോൾ നമ്മൾ അവർക്ക് കുറച്ച് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തു. അതൊക്കെ കഴിച്ചിട്ട് ഇവർ അതിമനോഹരമായിട്ടുള്ള നാടൻ പാട്ടുകൾ, അതുപോലെ വയലാറിൻ്റെ പാട്ടുകൾ, ഈ നാടക ഗാനങ്ങൾ അങ്ങനെ മേശറുകളിൽ കൊട്ടിപ്പാടും. അതിമനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. ഞങ്ങളവിടെ ഉണ്ടായിരുന്ന ഒരു കുറച്ച് കാലം, കുറച്ച് സമയം, ഒരു 1, 2, 3 മണിക്കൂർ നേരം നമ്മളവിടെ ഇരുന്ന് ഇത് പാട്ട് ശരിക്കും എൻജോയ് ചെയ്തു. ഞങ്ങളൊക്കെ ഈ എല്ലാവരും ജോലിയുടെ സമ്മർദ്ദങ്ങൾ ഭയങ്കരമായിട്ട് അനുഭവിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ബ്രേക്കായിട്ട് പോയതാണ്. സത്യം പറഞ്ഞാൽ ഒതലൂർ കള്ള് ഷാപ്പിലേക്ക് കയറിപ്പോയ കണക്കറായിയെ പോലെയോ ചന്ദ്രേട്ടനെ പോലെയോ അല്ലെങ്കിൽ ശിവേട്ടനെ പോലെയോ അല്ലെങ്കിൽ കരിയനെ പോലെയൊക്കെ ഞങ്ങളവിടുന്ന് ഇടമുറിഞ്ഞ് പുതിയ മനുഷ്യരായിട്ട് തിരിച്ചു വരികയാണ്. കള്ള് ഷാപ്പ് എന്നുള്ളതൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിട്ട് എൻ്റെ മനസ്സിൽ അന്നുണ്ട് ഇന്നുണ്ട് അങ്ങനെ നിൽക്കുന്നു. ഇത്തരം അനുഭവങ്ങളും കഥകളും മുഴുവൻ ഒരു പുസ്തകത്തിലായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതാണ് പുസ്തകം, മഴയുടെ ആത്മകഥയിലെ കടൽ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ആമസോണിൽ ലഭ്യമാണ്. ഇങ്ങനത്തെ കുറേ അനുഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതാരും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ ഇത് ലഭ്യമാണ്.